അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ കോഴിക്കോടൻ വ്ളോഗാണ്. നമ്മളെ സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് പൊളിക്കണ്ടേ. എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോഴിക്കോടൻ വ്ളോഗിലേക്ക് പോവാം. NH ഒക്കെ വന്നുകൊണ്ട് തന്നെ കോഴിക്കോടേക്ക് പോകാൻ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. NHൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞാൻ മലപ്പുറം ജില്ലയാണ്, വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പണികളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരിക്കും എല്ലാ ഏരിയയിലും. അപ്പോൾ ആ ഒരു 2-3 വർഷം ഭയങ്കര പണിയായിരുന്നു എത്തിപ്പെടാൻ. ഒരു 2.5 മണിക്കൂറോളം ആയിരിക്കും. നമ്മൾ ഒരു കോഴിക്കോട് ബീച്ച് എയിം ചെയ്ത് പോവുകയാണെങ്കിൽ ഏതാണ്ട് 2.5 മണിക്കൂറോളം നമുക്ക് വൺ സൈഡ് ഉണ്ട്. പോയി വരാനാണെങ്കിൽ ഒരു 5 hours നമ്മൾ മാറ്റി വയ്ക്കണം. അതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പോകണമെന്നുമുണ്ട്, എന്നാൽ പോയി കഴിഞ്ഞാലോ ഭയങ്കര ബുദ്ധിമുട്ടും. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മളുടെ NHൻ്റെ പണിയൊക്കെ വർക്കൊക്കെ നല്ല അടിപൊളിയായി തീർന്നു. ഒരു 2 വർഷം കൊണ്ട് എല്ലാം സെറ്റായി. 3/4 മണിക്കൂർ മാക്സിമം കൂടിപ്പോയാൽ 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ വൺ സൈഡ് നമുക്ക് കോഴിക്കോട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ടയേർഡില്ല. നമുക്ക് കോഴിക്കോട് പോകണമല്ലോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പം ജസ്റ്റ് കാർ എടുത്ത് അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോകാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ജേണി ഭയങ്കര സ്മൂത്താണ്. മാക്സിമം ഒരു 2 hours നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ NH വന്നതോടുകൂടിയാണ് നമുക്ക് ഈ സൗകര്യങ്ങളെല്ലാം വന്ന്, അത് ഭയങ്കര ഒരു പോസിറ്റീവായ തിങ്ങായിരുന്നു. പിന്നെ നമുക്ക് പാലിയേക്കര ടോളാണ്. അപ്പോൾ പാലിയേക്കര ടോള് നമ്മൾ എത്താറായി. അപ്പോൾ ഫാസ്ടാഗും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ, വീഡിയോ കാണുന്നവർ ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ ഫാസ്ടാഗൊക്കെ എടുക്കുക. നമുക്ക് ഡിസ്കൗണ്ടോട് കൂടി തന്നെ നമുക്ക് പാലിയേക്കര ടോള് ക്രോസ് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിലുവിന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ജസ്റ്റ് വീട്ടിലിടുന്ന ഡെയിലി വെയേഴ്സൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. എല്ലാം യൂസ് ചെയ്തെല്ലാം കഴിഞ്ഞു ഏതാണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് ഫസ്റ്റായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഈ കിഡ്സിൻ്റെ സെക്ഷനിൽ ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. ഈവനിങ് ഒരു ടെമ്പിൾ വിസിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉരുപുണ്യക്കാവ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് കേട്ടോ. അതായത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റാർട്ടിങ് 65 ആണ്. അതായത് ടോപ്പും ട്രൗസറും ചേർത്ത് ഒരു പെയറായിട്ട് 65 എന്നൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ പല റേഞ്ചുകളിലും പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പായി തോന്നി. നിലു എന്തോ ഒരു പേപ്പർ കൈ കിട്ടിയിട്ടുണ്ട്. ആ പേപ്പറും കൈ കിട്ടി ഫുൾ ടൈം അവിടെ നടത്തായിരുന്നു. ഡ്രസ്സിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് എടുക്കുകയായിരിക്കും ഇവർക്ക് എപ്പോഴും നല്ലത്. പിന്നെ ചൂടുകാലം കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിയർക്കും, പെട്ടെന്ന് തന്നെ വിയർക്കും. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മൾ തിരഞ്ഞ് തന്നെ എടുക്കണം. അപ്പോൾ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ചപ്പൽസ്, ഷൂസ്, ക്ലോത്ത്സിൻ്റെ നല്ലൊരു ഷോപ്പായിട്ടാണ് എനിക്ക് ഈ വിശാൽ മെഗാമാർട്ട് തോന്നിയത്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ വരുന്നത്. ജസ്റ്റ് എല്ലാ റേഞ്ചിലും ഒരു മാക്സിമം ഒരു 500 to 600 വരെ പോകുന്ന റേഞ്ചസിൽ കളക്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മേലത്തെ ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്, അവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് നമ്മളുടെ പോക്കിരിപ്പണ്ണിനെ പിന്നെയും കണ്ടത്. അവളതാ ആ പേപ്പറൊക്കെ ഇപ്പോഴും കൈ പിടിച്ച് വെച്ചിരിക്കുകയാണ്. നിലത്തൊക്കെ ഇട്ട് ഫുള്ള്. അവൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും അവൾക്ക് നടക്കണം. അതാണ് അവളുടെ പ്രധാന ഇഷ്ടം. നിലോ
ഒരു ചപ്പൽ കൈ കിട്ടിയതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പൽ ഞങ്ങൾ ഒരു ഏജ് വരെ, അതായത് ഇപ്പോൾ അവൾക്ക് ജസ്റ്റ് 1 ഇയർ കഴിഞ്ഞൊരു 4 months കൂടി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ അവൾക്ക് ഇങ്ങനെ ചപ്പൽ ഫസ്റ്റ് ഒന്ന് ഉണ്ടായിരുന്നു, പക്ഷേ അത് അവളങ്ങനെ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും അവൾ ചപ്പൽ അധികം ഇടാറില്ല. പക്ഷേ ഇനി ചപ്പൽ ഇടണമല്ലോ, കാരണം അവളെല്ലാ സ്ഥലത്തും ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ നടക്കലാണ് പണി. അവൾ നമ്മളുടെ ഒക്കത്ത് അങ്ങനെ ഇരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ചെരുപ്പ് എന്ന് പറയുന്നത് മസ്റ്റാണ്. ആ ചെരുപ്പാണെങ്കിൽ ലൂസ് ആവാൻ പാടില്ല, അത്യാവശ്യം ടൈറ്റും ആവണം, എന്നാൽ ലെതർ ബൈറ്റ് വരാനും പാടില്ല. അപ്പോൾ അവൾക്ക് ചെരുപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമുള്ള ടാസ്ക് തന്നെയാണ്. അപ്പോൾ 2 എക്സ്ട്രാ ചപ്പൽ അവളുടെ കയ്യിൽ കൊടുത്ത് അവിടെ ഇരുത്തിയതിന് ശേഷമാണ് അവളെ 2 ചെരുപ്പ് ഇടിയിപ്പിച്ച് നടത്തിയത്. ജസ്റ്റ് അവളിങ്ങനെ ചപ്പലിട്ട് ഇങ്ങനെ നടക്കണ കാണാൻ നല്ല രസമായിരുന്നു. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, കാരണം അവൾക്കത് യൂസ് ടു അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇട്ട് നടക്കുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നിലവിലുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിശാൽ മെഗാമാർട്ട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഷോപ്പാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരുപാട് അവൾക്ക് അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് ചെയ്തു, പക്ഷേ വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയി. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊയിലാണ്ടിയാണ്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ആവുന്നൊരു ഷോപ്പാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു, ഉരുവണ്ണേക്കാവിലെത്തി. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റാ റീൽസും അതുപോലെ ഒരുപാട് ഇങ്ങനെ ഫീഡൊക്കെ കണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കോഴിക്കോട് എപ്പോഴെങ്കിലും ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് വരുമ്പോൾ ഉരുവണ്ണേക്കാവിലേക്ക് വരണം എന്ന്. അപ്പോൾ ഉരുവണ്ണേക്കാവിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, കടലിൽ ഫേസ് ചെയ്തിട്ടുള്ള സീ ഫേസിങ് ആയിട്ടുള്ള അമ്പലമാണ് ഉരുവണ്ണേക്കാവ്. അപ്പോൾ അമ്പലത്തേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല, ജസ്റ്റ് ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് അമ്പലത്തേക്ക് കയറാൻ പോവാണ്. കാർ പാർക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അമ്പലത്തിലെത്തിയിട്ട്. നമ്മൾ കാർ പാർക്ക് ചെയ്ത് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണല്ലേ, കാരണം സീ ഫേസിങ് ആയിട്ടുള്ളൊരു അമ്പലം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് അമ്പലങ്ങളിൽ കേരളത്തിലായാലും കേരളത്തിൻ്റെ പുറത്തായാലും പോയിട്ടുണ്ട്, പക്ഷേ സീ ഫേസിങ് ആയിട്ടുള്ളൊരു അമ്പലം ഇതാദ്യമായിട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കുക, അതിൻ്റെ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കോഴിക്കോട് കൊയിലാണ്ടി ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഉരുവണ്ണേക്കാവിലേക്ക് എന്തായാലും വരണം. ജസ്റ്റ് ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കടലും അമ്പലം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു സൺസെറ്റ് സമയത്താണ്. അപ്പോൾ ആ സൺസെറ്റ് സമയത്തുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അപാരം തന്നെ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാത്വേ ഇങ്ങനെ നമ്മൾ പോകണം കേട്ടോ. പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. സൈഡിൽ ദേവസ്വത്തിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ച ഉണ്ടാവും. ഒരു മുത്തശ്ശൻ മീൻ പിടിക്കാനുള്ള ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കടലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ്. നമ്മൾ ഏതൊക്കെ നാടുകളിൽ എങ്ങോട്ടൊക്കെ പോയാലും ഈ കടലും ഈ ഒരു സൺസെറ്റും നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്തൊരു സംഭവം തന്നെയാണല്ലേ. അപ്പം അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത് നമ്മൾ ആ പാത്വേ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്സ് കാണാം. അപ്പോൾ ഈ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ എൻട്രൻസ് ആയി കേട്ടോ. എൻട്രൻസിലൂടെ കയറി ഈ അമ്പലത്തിൻ്റെ നേരെ ഇറങ്ങുന്നത് കടലിലോട്ടാണ്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു അമ്പലം പരിസരമാണ്. ഇത് കള്ളിച്ചെടിയാണ് കേട്ടോ. ഇത്രയും വലുതായി നിൽക്കുന്നത് കള്ളിച്ചെടിയാണ്. വെള്ള പൂക്കളുള്ള നല്ല ഭംഗിയുള്ള കള്ളിച്ചെടിയാണ്. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുള്ള ഏരിയയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ കടലുള്ളത്. ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഈവനിങ് ടൈം ആയിരിക്കും. ഈ ഒരു 6 മണി സമയം, ആ ഒരു സമയത്ത് നമ്മൾ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പോസിറ്റിവിറ്റി എല്ലാം നമുക്ക്
ഉണ്ടാവും. എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്ക് അടുത്ത് മൂടാടി എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഓക്കെ, അപ്പോൾ മൂടാടി എന്ന സ്ഥലത്താണ് ഈ ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഉള്ളത്. പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ഉരുപുണ്യക്കാവ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ജലദുർഗ സങ്കല്പത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്ര പരിസരത്ത് അതേപോലെ പഞ്ചകോടി തീർത്ഥം ഒഴുകിയെത്തുന്ന 5 തീർത്ഥക്കുളങ്ങളും ഉണ്ട്. ഒരു അത്ഭുത പ്രതിഭാസം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാറകളുടെ മുകളിലാണ് ക്ഷേത്രം. പക്ഷേ ഒരടി കുഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധജലം ലഭിക്കുന്ന നീരുറവകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുത പ്രതിഭാസമാണ് ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രം കടലാക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ പരശുരാമൻ സ്ഥാപിച്ചതെന്നും ചില വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജലദുർഗയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പക്ഷേ ലക്ഷ്മി, വിദ്യാസ്വരൂപിണി, അന്നപൂർണേശ്വരി എന്നീ ഭാവങ്ങളിലും ദേവിക്ക് ഇവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. വാവുബലി, കുംഭം, കർക്കിടകം, തുലാം വാവുകളിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃതർപ്പണത്തിനായിട്ട് ഇവിടെ എത്താറുണ്ട്. എത്ര വലിയ കടൽക്ഷോഭത്തിലും തിരമാലകൾ ക്ഷേത്ര കോണിൽ മാത്രമേ എത്താറുള്ളൂവെന്നും അതേപോലെ വിളക്കുകൾ അണയാറില്ല എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് എന്താ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ് വന്നുകൊണ്ടേയിരിക്കും ഉരുപുണ്യക്കാവിനെ കുറിച്ചിട്ട്, കടലിനോടടുത്തുള്ള സീ ഫേസിങ് ആയിട്ടുള്ള ടെമ്പിൾ ആണെന്നുള്ളതൊക്കെ. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര ഒരു എല്ലാവരും റീച്ചബിൾ ആണെങ്കിൽ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്ത് വരികയാണെങ്കിൽ ഉരുപുണ്യക്കാവിലേക്ക് എന്തായാലും നിങ്ങൾ വരണം, വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ ക്ഷേത്ര ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ മുത്തശ്ശൻ ഇപ്പോഴും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി അടുത്തത് കോഴിക്കോട് വന്നാൽ പിന്നെ ബീച്ച് മിസ്സാക്കണത് ശരിയല്ലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ലേ കോഴിക്കോട്, ഇടയ്ക്ക് വരുന്നതുമാണ്. പക്ഷേ എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് അത് മിസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്തത് ബീച്ചാണ്, പിന്നെ നമുക്ക് ഫുഡ്, നേരെ വീട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ ബാക്കി വഴിയെ കാണാം. അപ്പോൾ ഉരുപുണ്യക്കാവിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. കൂടുതൽ പ്രതിഷ്ഠകളൊന്നും ഉപദേവതകളൊന്നുമില്ല. ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഉള്ളിലൊരു ഗണപതി, പുറത്ത് അയ്യപ്പൻ. ഈ ഒരു 3 പ്രതിഷ്ഠകളാണ് ഈ ഒരു അമ്പലത്തിലുള്ളത്. തൊഴാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. തൊഴലൊക്കെ പെട്ടെന്ന് കഴിയിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ കടലും ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ഇവിടെ ഇരിക്കാം. സമയം പോകുന്നതേ അറിയില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ചായയും കടിയും, ജസ്റ്റ് അവിടുന്ന് ഒരു കിലോമീറ്റർ കണ്ട് വന്നപ്പോൾ നല്ലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി ചായയും പരിപ്പ് വടയും അതുപോലെ കായ്പോളയും ജ്യൂസും, അത്യാവശ്യം വിശപ്പൊക്കെ, ജസ്റ്റ് ചെറിയൊരു ഈവനിങ് ടൈമാണല്ലോ നമുക്ക്. ആ ഒരു ടൈമിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാണ്ടെയാണ് അമ്പലത്തിലോട്ട് പോയത്. അപ്പോൾ അമ്പലത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ ബീച്ചിലോട്ട്. ബീച്ച് ഇതാ നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, കോഴിക്കോട് ബീച്ച് വന്നവർക്കൊക്കെ അറിയാം. വൺ ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്നുകൊണ്ടിരിക്കും. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് തരുന്നൊരു വൈബ് അങ്ങനെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആൾക്കാരുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റീൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ സ്വന്തം, അതായത് ഏത് നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും നമ്മളുടെ സ്വന്തം ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അവിടുത്തുകാർ നമ്മളെ ട്രീറ്റ് ചെയ്യുക. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ബീച്ചിൽ നല്ലൊരു റിനോവേഷൻ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് കടകളൊക്കെ, ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ബീച്ചിലായിരുന്നു, കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നീക്കി ആ ഫുട്പാത്തിൻ്റെ അരുവിലോട്ടാക്കി. എല്ലാ ഷോപ്പുകളും ഫുട്പാത്തിൻ്റെ അരുവിലോട്ടാക്കി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ ഈ ഒരു ഗാർബേജും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും പിന്നെ മൊത്തത്തിലൊരു ഹൈജീൻ വരാനും കൂടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ബീച്ച് ടൈം ആണെങ്കിലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ് ഈവനിങ് ടൈമാണ്. ആ ഒരു സൺസെറ്റ് ടൈം, സൺസെറ്റിൻ്റെ മേലെ. ഞങ്ങൾക്കിപ്പോൾ സൺസെറ്റ് ഇപ്രാവശ്യം കിട്ടിയില്ല, കാരണം ഒബ്വിയസ്ലി ഉരുപുണ്യക്കാവിലായിരുന്നു ആ ടൈമിൽ. പക്ഷെ അത് നമുക്കൊരു എക്സ്ട്രീം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലെത്തിയപ്പോഴത്തേനും ഒരു
7:30-8 മണി ആ റേഞ്ചായി. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നൈറ്റ് ടൈമും ബീച്ച് ഭയങ്കര അടിപൊളിയാണ്. മോർണിംഗ് നൂണൊന്നും നമുക്ക് ബീച്ച് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ സ്ഥലങ്ങളും അങ്ങനെയാണെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നാറുണ്ട്. നമ്മൾ പോകുന്ന ആ സ്ഥലത്ത് ആ ഒരു ടൈമും കൂടിയും കറക്റ്റ് ആവണം. അപ്പോഴേ നമുക്ക് ഫുള്ളായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഷോപ്പുകളൊക്കെ മാറ്റി ഫുട്പാത്തിൻ്റെ ഏരിയയിലോട്ടാക്കിയെന്ന്. അപ്പോൾ നോക്കിക്കേ, എല്ലാ ഷോപ്പുകളും ഒരേ പാറ്റേണിലാണ് കോർപ്പറേഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ ഷോപ്പുകളും ഒരു റെഡ്, യെല്ലോ, ബ്ലൂ ഈ ഒരു മിക്സ് ഓഫ് കളേഴ്സിൽ അവർ എല്ലാ ഷോപ്പുകളും ഒരേ പാറ്റേണിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഫുട്പാത്തിൻ്റെ അരുവിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈജീനിക് ബേസ് ചെയ്തിട്ടാണ് ഇവരത് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ബീച്ചിൻ്റെ പല ഏരിയയിലും നമുക്ക് വേസ്റ്റ് ബിൻസും ഡസ്റ്റ്ബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിലും പ്ലേറ്റ്സ് ആണെങ്കിലും എല്ലാം അവിടെ എറിഞ്ഞു പോകുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അത് ന്യൂസിലൊക്കെ വലിയൊരു ചർച്ചയായിരുന്നു. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടും നമ്മളുടെ ആളുകൾ ഇപ്പോഴും ഇനിയും കുറേ അവെയർ ആവാനുണ്ട്. ബീച്ചുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമുണ്ടല്ലേ, എന്താണ് ഉപ്പിലിട്ട മാങ്ങ, കടുമാങ്ങ, പൈനാപ്പിള്, ക്യാരറ്റ്, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ. ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചില ട്രേഡ് മാർക്ക് ഫുഡുണ്ട്, അത് നമ്മളൊന്നും ടേസ്റ്റ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോവില്ല. എന്തൊക്കെ പുതിയ തരം ഫുഡുകൾ വന്നാലും ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ നൊസ്റ്റാൾജിയാണ്. നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ന കാര്യങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടാവും ചെറുപ്പം മുതൽ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പുതിയ ഫുഡ് ട്രൈ ചെയ്യുമെങ്കിലും പഴയ ഫുഡുകൾ നമ്മൾ മറക്കാറില്ല. അപ്പം ഞാനും വാങ്ങി പൈനാപ്പിളും മാങ്ങയും കാര്യങ്ങളൊക്കെ. തൊട്ടപ്പുറത്ത് തന്നെ നല്ല കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, നല്ല മസാല പുരട്ടിയെടുത്ത കല്ലുമ്മക്കായ. അപ്പോൾ അത് കണ്ടപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് തോന്നി. അമ്മ പ്യുവർ വെജ് ആയതുകൊണ്ട് അമ്മതൊന്നും ടേസ്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല, ഇത്തരം കാര്യങ്ങളൊന്നും. ഞാനും അനും ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ടൊന്ന് ഇറങ്ങി. ഒരു കുതിരസവാരിക്കാരുണ്ടായിരുന്നു. വേറൊരു സംഭവം ഞങ്ങൾ കണ്ടു. അതായത് ആ ഒരു റെഡ് ഒരു വൈറ്റ് ബോക്സ് ഉണ്ടോ, 2 ലൈറ്റും വെച്ചിട്ട് കുറച്ച് ആൾക്കാർ. നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പഴയ മോഡലിൽ വിൻറ്റേജ് റെട്രോ ഫോട്ടോസ് അവരെടുത്ത് തരും. അത് നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ബീച്ചിനോടും ഏതാണ്ടൊക്കെ വിട പറയാറായി. ബീച്ച് ടൈമും കാരണം കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലു അവളുടെ ഉറക്ക ടൈമായി. പിന്നെ നമുക്ക് ഒരുപാട് അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പുതിയ പാരഗൺ അവിടെ വന്നിട്ടുണ്ട്. ബീച്ചിൻ്റെ ജസ്റ്റ് നേരെ എൻഡിൽ പുതിയ പാരഗണാണ്. അപ്പോൾ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പാരഗൺ അറിയുന്നവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡാണ്. അത് അവർ ഏത് സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്താലും. അപ്പോൾ പിന്നെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പാരഗണിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ പുതിയ പാരഗണിന് റഷ് കൂടും കേട്ടോ. കാരണം എന്താ അറിയാം, ഇത് സീ ഫേസിംഗ് ആണ്. ഞങ്ങളിരുന്ന സൈഡും സീ ഫേസിംഗ് ആണ്. ഇത് ജസ്റ്റ് അവർ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ആ വിൻഡോയിലൂടെ കാണുന്ന ആ ഒരു വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. സീ ഫേസിംഗ് ആയിട്ട് ആ കടലിലെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കാണുകയും ചെയ്യാം.
നമുക്ക് സൈഡിലിരുന്ന് നല്ല ആസ്വദിച്ച് നല്ല അടിപൊളി ഫുഡ് കഴിക്കുകയും ചെയ്യാം. നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്ത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് അവരെല്ലാ തരം അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈജീനിക് ആണെങ്കിലും പിന്നെ ഫുഡ് ക്വാളിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇരുന്ന തൊട്ട് ബാക്കിൽ ഇങ്ങനത്തെ ഈ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചെറിയ ചെറിയ ബീഡ്സ് പോലുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ ബീഡ്സിലായിരുന്നു നിലുവിൻ്റെ പ്രധാന കളി എന്ന് പറയുന്നത്. അവൾ ഫുൾ ആ ബീഡ്സ് എല്ലാം കളക്ട് ചെയ്ത് ടേബിൾമ കൊണ്ടുവയ്ക്കുക, പിന്നെ അങ്ങനത്തെ ഫുൾ എല്ലാ പോക്കിരിത്തരും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ ടാസ്ക്. സ്റ്റാർട്ടേഴ്സായിട്ട് ഞങ്ങൾ തന്തൂരി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിലു ഭയങ്കര എക്സൈറ്റഡാണ്, കാരണം അവൾക്കൊരു സെപ്പറേറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പോലും അവൾക്കറിയില്ല, അവളതിൽ കഴിക്കില്ല. പിന്നെ ഞങ്ങളൊരു ക്രാബിൻ്റെ ഒരു ഗ്രേവി ജസ്റ്റ് ഒരു സ്പെഷ്യലാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ജസ്റ്റ് ക്രാബ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളിയായിട്ട് അവർ തന്നൊരു കറിയായിരുന്നു ക്രാബിൻ്റെ. അത് എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ആണ് സത്യം പറഞ്ഞാൽ. പാരഗണിൽ നിങ്ങൾ ഈ ഒരു ബ്രാഞ്ചിൽ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഡെസേർട്ട് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ അവിടെ ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരു നമ്മൾ പറയില്ലേ ഐസിങ് ഓൺ ദ ടോപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഭയങ്കര മിൽക്കി ചീസ് ചോക്ലേറ്റ്, അത് ഒരു ഹോട്ട് ചോക്ലേറ്റാണ് അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മളുടെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഡെസേർട്ടും കൂടിയും കഴിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 11 എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും. ഇനി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് സെറ്റായി ഒന്നെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു 12 ആവും. പിന്നെ നിലുവിൻ്റെ ഒപ്പം നമ്മൾ നിലുവിനെ ട്രാവൽ ചെയ്യിപ്പിക്കുമ്പോഴൊരു വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കാറ് കയറി കഴിഞ്ഞാൽ അവളുടെ ടൈം ആയി കഴിഞ്ഞാൽ അവൾ ഉറങ്ങും. അപ്പം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കില്ല എന്നുള്ളതാണ് അവളെ വെച്ച് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇത്ര കംഫർട്ടബിൾ. അപ്പം അങ്ങനെ നല്ല NHൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു.